ഡേ 2 ഓഫ് ചീരകൃഷി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നട്ട തൈകൾ ഇപ്പോൾ മാറ്റി നടുകയാണ്. അപ്പോൾ നടുന്ന സമയത്ത് നല്ലതുപോലെ ഇടവിട്ട് നടുന്നതായിരിക്കും നല്ലത് വളർച്ചയ്ക്ക്. മാത്രമല്ല തൈകൾ എടുക്കുന്ന സമയത്ത് മണ്ണോട് കൂടി ചേർത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അവസാനം നല്ലതുപോലെ വെള്ളം കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ചീരത്തൈകൾ മാറ്റി നടുകയാണ് ഉണ്ടായത്. അപ്പോൾ സാധാരണ എല്ലാവരും മുളകോട്ട് കുഴച്ച് റാൻഡമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തില്ല. പകരം ഞാൻ ഒരു സൈഡിൽ വിത്തിട്ട് കിളിപ്പിച്ച് മുളച്ച് തൈകൾ ഓരോന്നും മാറ്റി നടുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഓരോ ചെടികൾ തമ്മിലുള്ള മിനിമം ഒരു അകലം കിട്ടും. ആ ഒരു അകലം കിട്ടുന്നത് കൊണ്ട് ഓരോ ചെടികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. ഓരോ ചെടികളുടെയും വേരുകൾ വലിച്ചെടുക്കുന്ന വളത്തിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. മാത്രമല്ല ഈ ഞെരുക്കത്തിൽ നടുന്ന സമയത്ത്, ഞെരുക്കത്തിൽ കിളിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഹ്യൂമിഡിറ്റി കൂടും. ഹ്യൂമിഡിറ്റി കൂടി അവിടെ ഈ വായു സഞ്ചാരം കുറയും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സ്പേസിങ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ചാരം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ചാരം ശരിക്കും അമിതമായിട്ട് ഉപയോഗിച്ചുകൂടാ. ഞാൻ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ചാരം അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിലെ pH കൂടും. pH കൂടുമ്പോൾ ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടും. അങ്ങനെ ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ ചെടിക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള ആ ഒരു എബിലിറ്റി അവിടെ നിശ്ചലമായി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമിതമായിട്ട് ചാരം കൊടുക്കുകയും ചെയ്യരുത്. വളരെ കുറച്ച് ചാരമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചീരകൃഷിയുടെ അടുത്ത ഘട്ടത്തിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.